ഹലോ ഗൈസ്, ടെസ്റ്റ് മാസ്റ്റർ ജൂനിയർ എന്ന് പറഞ്ഞ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് മച്ചാമാര്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൂയിസ് ഡയസിന്റെ പ്ലെയർ ഓഫ് ദി വീക്ക് കാർഡ് കറക്കാൻ പോവുകയാണ്. പിന്നെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരുവാണെങ്കിൽ ക്ഷമിച്ചു വിടുക. ഫസ്റ്റിലത്തെ വീഡിയോ. അപ്പോൾ നമുക്കിന്ന് ഡയസിനെ ഒന്ന് ഡീറ്റെയിൽസ് എല്ലായിടത്തും നോക്കാം, റൊട്ടേറ്റ് ചെയ്ത്. അപ്പം ഡീറ്റെയിൽസ് എല്ലാം നോക്കാം. നമുക്ക് കുറേ പേര് ഇതുപോലെ ട്രിക്ക് നോക്കുന്നുണ്ട്, കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. ട്രിക്കാണോ ലക്കാണോ എന്ന് അറിയാം. നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ നോക്കാം. ടാപ്പ് ചെയ്ത് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. നമുക്ക് എന്നിട്ട് ഗ്യോക്രസിനെ നമുക്ക് ഒന്ന് ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ എൻ്റെ മെയിൻ ടാർഗറ്റ് ലൂയിസ് ഡയസോ ഗ്യോക്രസോ ആണ്. ഗ്യോക്രസ് വിഷയമാണ്, അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഗ്യോക്രസിനെ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്ക് ഇറങ്ങാം. എന്നിട്ട് സൈൻ ക്യാൻസൽ, സൈൻ ക്യാൻസൽ, സൈൻ ക്യാൻസൽ, സൈൻ ക്യാൻസൽ, സൈൻ കൊടുക്കാം. നമുക്ക് നോക്കാം ഗൈസ്, നോക്കാം മച്ചാന്മാരെ. നമുക്ക് നോക്കാം ആരെ കിട്ടുക. കറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അകത്ത് പച്ചയൊന്നുമില്ല ഗൈസ്, പച്ചയൊന്നും ഇല്ല. അപ്പം താരക്കിടന്ന് വല്ല പ്ലെയറിനെ ആയിരിക്കും കിട്ടുക. നമുക്ക് നോക്കാം. ചോപ്പ് ഗൈസ്, ലൂയിസ് ഡയസ്, ലൂയിസ് ഡയസിനെ അടിച്ചു ഗൈസ്. ലൂയിസ് ഡയസ് ഗൈസ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കുക ഗൈസ്, ചിലപ്പം കിട്ടും. ലൂയിസ് ഡയസിനെ കിട്ടി ഗൈസ്. നമ്മൾ സെക്കൻഡ് അക്കൗണ്ട് ആണ്. ഫസ്റ്റ് അക്കൗണ്ട് ഞാൻ കറക്കിയപ്പോൾ എനിക്ക് UCL ഹാരിക്കെയിനെയും അതുപോലെ പ്ലെയർ ഓഫ് ദി വീക്ക് പുലിസ്റ്റിച്ചിനെയാണ് കിട്ടിയത്. അപ്പോൾ ഇത് സെക്കൻഡ് അക്കൗണ്ട് ആണ്. സെക്കൻഡ് അക്കൗണ്ട് പ്ലേസ് കുറവാണ്. എനിക്ക് മറ്റേ റോബർട്ടോ കാർലോസിൻ്റെ ഒക്കെ വന്നപ്പോൾ കറക്കിയപ്പോൾ 5 വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ അക്കൗണ്ട് അങ്ങനെ നിലനിർത്തിയിട്ട് കളിച്ചതാണ്. നമുക്ക് ലൂയിസ് ഡയസിനെ നമുക്കൊന്ന് കാണാം. ഇതാണ് സ്കോഡ്. വലിയ സ്കോഡൊന്നും അല്ല. നമുക്ക് ആ 5 പ്ലെയറിനെ നമ്മൾ വൈപ്പ് ഔട്ട് ചെയ്തായിരുന്നു. 5 പേരെ വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റിയായിരുന്നു നമുക്ക്. അപ്പോൾ വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റിയ 5 പ്ലേയേഴ്സിനെ. അപ്പം ലൂയിസ് ഡയസിനെ ഇട്ട് നോക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് സ്റ്റോയിക്കോവിച്ചിനെ മാറ്റിയായിരുന്നു. നമുക്ക് ഗോൾ കീപ്പറിനെ മാറ്റാം. ഗോൾ കീപ്പർ ഇപ്പോൾ D ആണ്. ഗോൾ കീപ്പറെ മാറ്റിയാൽ പോരാ, D ആണ്, ബ്ലാങ്ക് D ആണ്. അപ്പോൾ ഗോൾ കീപ്പറിനെ മാറ്റാം. നമുക്ക് ജസ്റ്റ് ലൂയിസ് ഡയസിൻ്റെ ടീമിലൊന്നും എടുത്ത് ഇട്ട് നോക്കാം. സ്റ്റാറ്റ്സ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. വിനീഷ്യസിനെ മാറ്റാൻ കഴിയും. വിനീഷ്യസ് നമുക്ക് അറിയാം, വിനീഷ്യസ് പവറാണ്. കാർഡ് കിട്ടിയവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആണ് മച്ചാൻ. തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പുതിയ വീഡിയോ ആണ്. എന്തേലും നമുക്കൊന്ന് നോക്കാം. അത്ര